അന്ന് 2-3 ഇന്റർവ്യൂ കൊടുത്തതിന് ശേഷം പിന്നീട് ഇപ്പൊ ഇന്റർവ്യൂ കൊടുക്കുന്നത് ഈടായിട്ടാണ്. കാണാതായപ്പോൾ സന്തോഷിച്ചു, ആരെങ്കിലും തല്ലിക്കൊന്ന് കാണുമെന്ന് കരുതി. അപ്പൊ അലൻ ജോസിന് വന്ന മാറ്റം എന്താണ് ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെ പോയ ശേഷമാണ് ഇവന് മാറ്റം ഉണ്ടായിരുന്നത്. അപ്പൊ ഈ മൊബൈലിൽ നോക്കുമ്പോ ഇവൻ തന്നെ വന്നിട്ടിരിക്കുന്നത്. യൂട്യൂബ് എന്താ ഫേസ്ബുക്ക് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ തന്നെ ഉള്ളു. മലയാളികൾ എവിടെയുണ്ട്? അവര് വിശ്രമ വേളയുണ്ടല്ലോ, സമയത്തൊക്കെ എല്ലാരും വിശ്രമ വേളയിൽ ആനന്ദം കണ്ടെത്തുന്നത് ഇവന്റെ വീഡിയോ കണ്ടിട്ടാണ്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഇവന്റെ വീഡിയോ വന്നാൽ കുറെ ആൾക്കാർ കാണും, അതുകൊണ്ട് 1 മില്യൺ ഒക്കെ കാണുന്നുണ്ട്. 3 മില്യൺ 5 മില്യൺ വരെ. പാവം, ഇവന്റെ ബലഹീനത മനസ്സിലാക്കില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം എന്തൊരു കാര്യത്തിന് വേണ്ടി ഇവനുമായിട്ട് പുറത്തു പോയപ്പോ കാർ നിർത്തിയിട്ടാണ് ഇവന്റെ വീഡിയോ എടുക്കുന്നത്. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ നമുക്കൊന്നുമല്ല, വീഡിയോ എടുക്കുന്ന വീഡിയോക്കാരല്ല, സാധാ ആൾക്കാർ. കേൾക്കാൻ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ പെരേര കല്യാണ വർക്ക് ഇതിൽ കുറെ അധികം പൈസകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ലക്ഷങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. പണം എനിക്കൊരു പ്രശ്നമല്ല. വേദനിക്കുന്ന ഒരു കോടീശ്വരനാടാ ഞാൻ. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു ഞാൻ എല്ലാ മാസവും മേടിക്കുന്നില്ല. ഇവന് എല്ലാ മാസവും ഞാൻ ഗൾഫിൽ പോയ സമയം തൊട്ടേ ഇവന് എല്ലാ മാസവും 1000 രൂപ അയച്ചു. സൂക്ഷിച്ച് ചെലവാക്കണം. കുറച്ച് ബാങ്കിലോട്ടോ. ഇവന്റെ ചെലവിന്, വീട്ടിലെ ചെലവിന്, ഇവന്റെ ചെലവിന്, ഇവിടെ അടുത്തൊക്കെ ചായ കുടിക്കണമെങ്കിൽ പുറത്തെ ശീലം ഉണ്ടാകും. അപ്പച്ചൻ പോയ പിന്നെ ഭക്ഷണ ഹോട്ടലിൽ നിന്നാ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അപ്പച്ചനാ. പിന്നെ ഇവൻ നുണ പറച്ചിലില്ലേ എല്ലാം സത്യമായിട്ട് പറയും, എല്ലാം സത്യം പറയുള്ളൂ. ഇനി ആരും സൂത്രം കാണിച്ചാ. ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോ എത്ര രൂപ മേടിക്കുന്നത്? 50K അങ്ങനെ. 50K-യോ? 50K ഒരു കല്യാണത്തിന് വേണ്ടി കിട്ടിയിട്ടുണ്ടോ? സത്യം പറ. 50K 25K. എടാ ഒറ്റയ്ക്ക് 25,000 പോയി. നിന്നുണ്ടല്ലോ പറച്ചിലില്ലേ ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.